ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭാമയും ഒക്കെ അവിടെ അങ്ങ് എത്തി. അപ്പം ചന്ദ്രമതി ആണെങ്കിൽ ഉടുത്തൊരുങ്ങി നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പം രവിയോടൊരു പ്രാവശ്യം പറഞ്ഞായിരുന്നു താൻ ഈ ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കില്ല എന്ന്. എന്നാൽ കൂടിയും ഇപ്പം പങ്കെടുക്കാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിലോ അച്ചമ്മ പറഞ്ഞതനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ചെന്ന് മനസ്സൊരുക്കി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഇത്രയും കാലവും താൻ വിചാരിച്ചിരുന്നത് സച്ചി ഒരു മോശപ്പെട്ട ആളാണെന്നാണെന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മകളുണ്ടെന്നും താൻ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇനി എനിക്ക് നല്ലൊരു ജീവിതം തരണം, നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ തരണമെന്നും പറഞ്ഞ് ഈശ്വരന് മുന്നിൽ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും അവൾ മടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലും തൻ്റെ അമ്മയെയും അതുപോലെ തന്നെ ആദിയെയും എങ്ങനെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷമാണല്ലോ സച്ചിയുടെയും രേവതിയുടെയും താലികെട്ടൽ ചടങ്ങിന് പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് അവർ ആ ചടങ്ങിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കിട്ടിയ ഒരു ഓട്ടോ പിടിച്ചു. ആ ഓട്ടോയിൽ ആദ്യയും അമ്മയെയും കയറ്റി വിട്ടിട്ട് പറയുക, അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് എന്നെ കാണണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം, പിന്നെ ഫോൺ ചെയ്യുന്നത് ആഴ്ചയിലോ 1-2 തവണ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാമെന്നും പറഞ്ഞു. മോളെ കല്യാണി, അമ്മയ്ക്ക് നിന്നെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മ ഇപ്പോഴും പറയുകയാണ്, ക്ഷേത്രത്തിൽ വെച്ചല്ലേ നിന്റെ കെട്ട്, അതുകൊണ്ട് ഞാൻ അവിടെ എവിടെയെങ്കിലും മാറി നിന്നോളാം. എന്നെ ഈ നാട്ടിലുള്ള ആർക്കും അറിയില്ലല്ലോ. അതൊന്നും ശരിയാവില്ല, ഇത് നാളെ കാലത്ത് വലിയ പ്രശ്നമൊക്കെ ആവും, എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ ശ്രുതി ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, ഇല്ല മോളെ, അമ്മ ഇനി ഒന്നും പറയുന്നില്ല, പിന്നെ നിന്റെ കല്യാണം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ആദിക്കുട്ടനെയും കൂട്ടിയിട്ട് ദാ അമ്മ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ പുള്ളിക്കാർ വരുന്ന ആ ഒരു ഓട്ടോ പകുതി വഴി വരുമ്പോഴത്തേക്കിനും ദാ കംപ്ലൈൻ്റ് ആയി. അപ്പം അവിടെ കേടായി കിടക്കുന്ന സമയത്ത് നമ്മുടെ ആദിയും അതുപോലെ തന്നെ ആദിയുടെ മുത്തശ്ശിയും കൂടി വെളിയിൽ ഇറങ്ങി. അവരിങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് രേവതി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരികയാണ്. രേവതി ഇവരെ കണ്ടപാടെ തന്നെ നമ്മുടെ ആദ്യം കണ്ടു. അപ്പം ആദ്യം കാണുമ്പോഴത്തേക്കിനും ആദിക്കുട്ടാന്ന് വിളിച്ച് രേവതി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും മുത്തശ്ശി ദേ നോക്ക്, രേവതി ചേച്ചി വിളിക്കുന്നു എന്നും പറഞ്ഞ് ആദി മുത്തശ്ശിയും കാണിച്ചു കൊടുത്തു. അങ്ങനെ ദാ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ തുടങ്ങി. മോളെ രേവതി, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം, അത് നല്ല ചോദ്യമായല്ലോ അമ്മേ, എൻ്റെ നാട് ഇതാണ്, ദേ എൻ്റെ വീട് ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി. അല്ല നിങ്ങൾ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പം, മോളെ എൻ്റെ മോൾ ഇവിടെ ആണെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാനേ അവളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ടിപ്പം എങ്ങോട്ട് പോവാണെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഇന്ന് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ആ ഫംഗ്ഷന് നിങ്ങൾക്കൊന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ്. മോളെ, നീ വീട്ടിൽ പോയില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇച്ചിരി തിടുക്കം വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രേവതി പിടിച്ച പിടിയാലെ തന്നെ രണ്ടുപേരെയും ഇങ്ങ് കൂട്ടുകയാണ്. അങ്ങനെ രേവതി ഒരു ഓട്ടോയും പിടിച്ച് അമ്മയെയും ആദിയെയും കൂട്ടി നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലെത്തി. അപ്പം അവിടെ എത്തുന്ന ആ ഒരു സമയത്താണെങ്കിലോ ചന്ദ്രമതിയും ഭാമയും കൂടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ നടത്തരുതെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഒന്നും അങ്ങോട്ട് വലിച്ചില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഭാമയുടെ അടുത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഭാമ പറയുന്നുണ്ട്, എടി നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും, എൻ്റെ പൊന്നു ഭാമേ, എന്തുമാത്രം സ്വർണ്ണമായി എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് വല്ലതും അറിയാവോ? ദേ ഈ അമ്മയ്ക്ക് ഭ്രാന്താണ്, ഇപ്പം നമുക്ക് നോക്കി നടത്തേണ്ടത് സുധിയുടെ കല്യാണമല്ലേ, അതിന് പകരം രേവതിക്കും സച്ചിക്കും കൂടി ഇതാ താലികെട്ട് വീണ്ടും നടത്താൻ പോവുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഭാമയോട് സംസാരിക്കുമ്പോൾ ഭാമ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. എടി നിന്റെ കയ്യിൽ നിന്ന് 10 പൈസ പോകുന്നില്ലല്ലോ, നീ എന്തായാലും അത് ആലോചിക്ക്. എടി നിനക്ക് വല്ലതും അറിയോ? ആ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ വേലക്കാർ പണിയെടുക്കുന്നത് പോലെയാണ് ഞാൻ ആ വീട്ടിൽ കിടന്ന് പണിയെടുത്തത്. എന്നിട്ട് കിട്ടിയതോ 2 ലക്ഷം രൂപ. ആ 2 ലക്ഷം രൂപയും കൊണ്ട് അവൻ തന്നെ പോയില്ലേ, ആ സച്ചിയുടെ തലയിലേക്ക് തന്നെ അത് മുഴുവനും പോയില്ലേ എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പരിഭവം പറയുമ്പോൾ, അതിപ്പോൾ എന്ത് ചെയ്യാനാണ്, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നും പറഞ്ഞ് മാമ നമ്മുടെ ചന്ദ്രമതിയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത്
നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും കൂട്ടി നമ്മുടെ രേവതി ഇതാ വീട്ടുപടിക്കൽ വന്ന പാടെ ചന്ദ്രമതിയും ഭാമയും കൂടി ഇവരിങ്ങനെ നോക്കുക. ചേട്ടാ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ ഈ വരുന്നത്, ഇവളിത് ആരെയും കൂട്ടിയാണ് ഈ വരുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും രേവതി ഓട്ടോക്കാരന് കാശൊക്കെ കൊടുത്തു. അവൾ അകത്തോട്ട് കയറി വരികയാണ്. വാ അമ്മയും വാ ആദിയും വാന്നും പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പം ചന്ദ്രമതി ചോദിക്കുക, അല്ലടി ഇത് ആരാടി ഈ വരുന്നത്, എനിക്ക് മനസ്സിലായില്ലല്ലോ, നിന്റെ സ്വന്തക്കാരോ അല്ലെങ്കിൽ നിന്റെ കൂടെ പൂക്കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ആണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടമ്മേ, ഇത് അച്ഛമ്മയുടെ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് രേവതി ഇവരെയും കൂട്ടി ഹാളിലേക്ക് ചെല്ലുകയാണ്. അപ്പം അതാ നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും അതുപോലെ തന്നെ ആദിക്കുട്ടനെയും കാണുമ്പോഴത്തേക്കിനും മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി. എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ നാട്ടിലുള്ള പെണ്ണ് തന്നെയാണെന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അപ്പം അതാ ആദിയാണെങ്കിൽ നമ്മുടെ രവിയുടെ അടുത്ത് പോയി അങ്ങ് ഇരുന്നു. ആദിയുടെ അടുത്ത് രവി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ രവിയോട് ആദ്യം പറയുന്നുണ്ട്, അതെ ഞാൻ ആരാന്ന് മനസ്സിലായോ? ഇല്ലല്ലോ. മോൻ ആരാന്ന് അങ്കിളിന് മനസ്സിലായില്ലല്ലോ, മോൻ ഏതാന്ന് ചോദിക്കുക രവി. അപ്പൊ പറയുന്നുണ്ട്, ഞാനേ രേവതി ചേച്ചി വെള്ളത്തിൽ വീണില്ലേ, ആ സമയത്ത് സച്ചി ചേട്ടനെ പോയി വിളിച്ചത് ഞാനാണെന്നും പറഞ്ഞ് ഇവനിങ്ങനെ സംസാരിച്ചപ്പം, എടാ വീര അത് നീയാണല്ലേ, എന്തായാലും എൻ്റെ മോൻ്റെ ആ ഒരു ബുദ്ധി അത് കാരണമാണ് രേവതി രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ നമ്മുടെ ആ കൊച്ചിനെ പിടിച്ചങ്ങ് മടിയിലിരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം കൊച്ചാണെങ്കിൽ അത്യാവശ്യം കുസൃതിയൊക്കെ ഉള്ള കൊച്ചാണല്ലോ. അങ്ങനെ കൊച്ചു അവിടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയുകയാണ്. അപ്പം ചന്ദ്രമതി ഇതൊക്കെ കണ്ട് ഇത് എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് രേവതി വെള്ളത്തിൽ പോയ കേസും രക്ഷിക്കാൻ കാരണക്കാരനായത് ഈ ചെറുക്കനുമാണ് എന്നുള്ള സത്യം അറിയുന്നത്. ഷോ, ഇവൻ അന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ശല്യം ഈ വീട്ടിൽ നിന്നേ പോയേനെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ചന്ദ്രയുടെ ആലോചനയൊക്കെ കാണുമ്പോൾ നമ്മുടെ അച്ഛമ്മയാണെങ്കിലോ, എന്താ ചന്ദ്ര ഇതിനും മാത്രം ആലോചിച്ച് കൂട്ടുന്നത്, എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിൽ അമ്മയും ആദ്യമൊക്കെ നാട്ടിൽ നിന്നേ പോയെന്നും പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടി സച്ചിയുടെയും രേവതിയുടെയും താലികെട്ടൽ ചടങ്ങിന് പങ്കെടുക്കാൻ വരികയാണ്. അപ്പം ഇവരെ കണ്ട പാടെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ, ഓ എൻ്റെ പുന്നാര മരുമോള് വന്നേന്നും പറഞ്ഞ് ഓടിപ്പോയി അവളെ പോയി അങ്ങ് സ്വീകരിച്ചു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ ആദിയും ഈ വീട്ടിലുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. രേവതി ആണെങ്കിലും ആദിക്കുട്ടന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പം അവനെയും ആ അമ്മയെയും കൂടി കൂട്ടി ഒരു റൂമിലേക്ക് പോയി. അപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ, എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴേ പരിപാടിയൊക്കെ തുടങ്ങുകയുള്ളൂ, അപ്പോൾ പുറത്തേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞ് അവർക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ആ അമ്മയും മകനും കൂടി അവിടെ ഇരിക്കുന്ന ആ സമയം നമ്മുടെ ശ്രുതി വന്ന പാടെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലും, ദേ അച്ഛമ്മേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ വലിയ കാര്യത്തിനങ്ങ് പരിചയപ്പെടുത്തി. അപ്പം അച്ഛമ്മയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അച്ഛമ്മ മൊത്തത്തിലൊന്ന് ശ്രുതിയെ സ്കാൻ ചെയ്തു. അച്ഛമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങ് കത്തി. അച്ഛമ്മ ഇങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഇവക്ക് ഇച്ചിരി പ്രായക്കൂടുതലാണല്ലോ. അപ്പം ശ്രുതിയാണെങ്കിൽ, അച്ഛമ്മേ ഇവള് നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല, ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റുമോ, അതും അവളുടെ അച്ഛൻ്റെ സഹായമൊന്നും ഇല്ലാതെ അവൾ ചെയ്തേന്നൊക്കെ പറഞ്ഞു. ശരിക്കും നമ്മുടെ ചന്ദ്രയെ പറ്റിച്ചുണ്ടാക്കിയതാണെന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, ശ്രുതിക്കും അറിയാം. അപ്പം ഇവനിങ്ങനെ പുകഴ്ത്തി പറയുമ്പം ചന്ദ്രമതി ആണെങ്കിലും, അതെ നല്ല ഒന്നാന്തരം മരുമകളാണ്, കാണാൻ എന്ത് ഐശ്വര്യമാണ്, ദേ എൻ്റെ മോളുടെ കളറും ആ ഒരു ഡ്രസ്സും ഒക്കെ ഒന്ന് നോക്ക്, എന്ത് ഭംഗിയാ എൻ്റെ ശ്രുതിയെ കാണാനെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിനങ്ങ് പുകഴ്ത്തുകയാണ്. അപ്പോഴാണെങ്കിലോ അച്ഛമ്മ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഇവൾക്കൊരു ഇച്ചിരി പ്രായക്കൂടുതൽ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശ്രുതി ആണെങ്കിൽ കൂട്ടുകാരിയെ ഒന്ന് നോക്കി. അപ്പം കൂട്ടുകാരി കണ്ണടച്ച് കാണിച്ചു, ദേ ഇപ്പം നീ ഇതൊന്നും പ്രശ്നമാക്കണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ ശ്രുതി അച്ഛമ്മയോട് വളരെ സ്നേഹമുള്ളതുപോലെ പുള്ളിക്കാരിയുടെ കാലയിലൊക്കെ പോയി തൊഴുതു. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ഈശ്വര ഇവളെ കണ്ടാൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊക്കെ തോന്നുമല്ലോ, അത്ര കണ്ട് ശരീരം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നുമല്ലോ എന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അച്ഛമ്മയ്ക്ക് ഇതൊന്നും വെളിയിൽ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് രേവതി ഇവർക്കൊക്കെ ചായ കൊണ്ടുവരികയാണ്. എൻ്റെ മോളെ ദേ സമയം 10 മണിയാവാറായി, ഇനി എപ്പോൾ ഒരുങ്ങാനാണ്, മോളുടെ വീട്ടുകാരൊക്കെ ഇപ്പോൾ വരും, അതുകൊണ്ട് സച്ചിയും ഇപ്പോൾ വരും, സച്ചി വരുന്നതിന് മുന്നേ മോൾ
ഒരുങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ഇവൾ ഒരുങ്ങിയിട്ട് എന്ത് സംഭവിക്കാനാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും, അതെ എടാ സുധി, നിന്റെ പെണ്ണ് വലിയ ബ്യൂട്ടീഷ്യൻ ആണെന്നോ എന്തൊക്കെയോ മേക്ക് ഓവർ ചെയ്തെന്നോ ഒക്കെ സച്ചി പറയുന്നത് കേട്ടു. നേരാണോടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, അതെ അച്ഛമ്മേ, എൻ്റെ അമ്മയെ ഒരുക്കി. എത്ര വയസ്സാ കുറഞ്ഞത്? അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരു 10-30 വയസ്സോളം അത്രയും പ്രായത്തിലുള്ള ഒരാളായി മാറിയെന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭാവി വധുവിനെ ഇങ്ങനെ പൊക്കി വിടുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അന്ന് ചെയ്തതുപോലെയുള്ള ഒരു മേക്ക് ഓവർ എൻ്റെ രേവതി മോളെ ഒന്ന് ഒരുക്കെന്ന് പറഞ്ഞു. അപ്പം ശ്രുതിക്കാണെങ്കിൽ ആ കാര്യത്തിൽ സന്തോഷമില്ല കേട്ടോ. ശ്രുതി പറഞ്ഞു, അതിനെന്താ അച്ഛമ്മേ, ഞാൻ ഒരുക്കാമല്ലോ. അതിന് രേവതിയുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഇങ്ങതാ, രേവതി വാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മയാണെങ്കിൽ നമ്മുടെ രേവതിയോട് പറഞ്ഞു, മോളെ ഇനിയുള്ള ജോലികളൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പം നിന്റെയും സച്ചിയുടെയും ഏറ്റവും വലിയൊരു ഫംഗ്ഷനാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നീ പോയി ഒരുങ്ങെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശി പറഞ്ഞ ആ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി ആലോചിച്ചു, അവിടെയാണ് നമ്മുടെ ആദിയും അച്ഛമ്മയും കൂടി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ റൂം ഉപേക്ഷിച്ചിട്ട് ഇപ്പുറത്ത് നമ്മുടെ സുധിയുടെ റൂമിൽ കയറി. അങ്ങനെ അവിടെ കയറിയതും നമ്മുടെ അച്ഛമ്മയാണെങ്കിലോ സാരിയൊക്കെ എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം എന്താ ശ്രുതി അവിടെ ഒരുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശ്രുതി അറിയുന്നില്ല, അപ്പുറം ഇരിക്കുന്നത് തനിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒന്നാന്തരം ഒരു പാറയാണെന്ന്. തൻ്റെ അമ്മയും മകനും തന്നെ ഇത്രയും നാളും താൻ കെട്ടിപ്പൊക്കിയ ആ ഒരു ചീട്ട് കൊട്ടാരം അത് തകർന്നടിയാനായിട്ട് അധികം നിമിഷങ്ങളൊന്നും ബാക്കിയില്ല എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം